ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് ആധിപത്യം പുലർത്തുന്ന അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ ശ്രദ്ധേയമാണ്. സുരക്ഷ, പ്രതിരോധം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, വ്യാപാരം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാണ്. എന്നാൽ ചിലപ്പോൾ ചെറിയ വിഷയം പോലും വലിയ പ്രതിസന്ധിയിലേക്ക് വ്യാപാര ബന്ധത്തെ തള്ളിവിട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടുത്തിടെ വ്യക്തമാക്കിയ നിലപാടുകൾ ഇന്ത്യ-US വ്യാപാര ബന്ധത്തെ വീണ്ടും ആശങ്കാജനകമായ വഴിയിലേക്ക് തള്ളുന്നുവെന്ന സൂചനകൾ നൽകുന്നു. ജയശങ്കർ തുറന്നു പറഞ്ഞതുപോലെ ഇന്ത്യക്കൊരു പരിധിക്കപ്പുറം വ്യാപാര കരാറുകൾ അംഗീകരിക്കാനാവില്ല. ചില മേഖലകളിൽ ചർച്ചയ്ക്ക് പോലും ഇന്ത്യ തയ്യാറല്ലെന്ന സന്ദേശം തന്നെയാണ് അദ്ദേഹം US-നെതിരെ നൽകിയത്. ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഈ ചുവപ്പ് രേഖ മറികടന്ന് ഒരു ധാരണ ഉണ്ടാക്കാനാവില്ലെന്ന് അദ്ദേഹം ഉറച്ച ഭാഷയിൽ പറഞ്ഞു. ഇതോടെ വ്യാപാര ചർച്ചകൾക്ക് തടസ്സമുണ്ടാകുമെന്ന ഭയമാണ് ഉയരുന്നത്. ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയ ചില താരിഫുകളാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ തടസ്സം. ജയശങ്കർ പറഞ്ഞതുപോലെ ഒരു നിശ്ചിത താരിഫ് ഇന്ത്യക്ക് ഗുരുതരമായ ആഘാതം സൃഷ്ടിക്കും. ഇതിനൊപ്പം ഇന്ത്യക്ക് വളരെ അന്യായമായി മറ്റൊരു താരിഫും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത്തരത്തിലുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഇന്ത്യ വിപണിയിൽ വലിയ തിരിച്ചടികൾ നൽകും. അതേസമയം ജയശങ്കർ തുറന്നു പറഞ്ഞതുപോലെ അമേരിക്കയുമായി ഒരു വ്യാപാര ധാരണ ഉണ്ടാക്കണം എന്നത് നിർബന്ധമാണ്. കാരണം US ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയാണ്. ഇന്ത്യയുടെ IT മേഖല മുതൽ വസ്ത്രം, വ്യവസായം, കൃഷി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വരെ വലിയ തോതിൽ അമേരിക്കൻ വിപണിയെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് പരിഹരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ഇപ്പോൾ ഇന്ത്യ നൽകുന്നത്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള ബന്ധം പലപ്പോഴും ഉയർച്ചാ താഴ്ചകളുടെയും കൂടിയാണ്. രാഷ്ട്രീയ സുരക്ഷാ സഹകരണം ശക്തിപ്പെട്ടപ്പോൾ വ്യാപാര ബന്ധം തകരാറിലായി. ഇപ്പോൾ വീണ്ടും അതേ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന ആശങ്ക ഉയർന്നു വരികയാണ്. അമേരിക്കയുടെ സംരക്ഷണവാദ നിലപാടുകൾ, ഇന്ത്യയുടെ ആഭ്യന്തര വ്യവസായ സംരക്ഷണ നയങ്ങൾ, പരസ്പര ആരോപണങ്ങൾ, പ്രത്യേകിച്ച് അന്യായമായ താരിഫുകൾ ഇവയെല്ലാം അടുത്ത കാലത്ത് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ-US ബന്ധം ഇരുവരുടെയും തന്ത്രപരമായ ആവശ്യങ്ങൾക്ക് അനിവാര്യമാണ്. എന്നാൽ വ്യാപാര രംഗത്തെ ഈ സ്വരച്ചേർച്ച തുടർന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ സഹകരണത്തിന് തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല. ഇന്നുയരുന്ന താരിഫ് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ടു പോവുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും ബന്ധം വീണ്ടും തകരാറിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യ-US ബന്ധം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമായതിനാൽ തന്നെ വ്യാപാര മേഖലയെ കൈകോർക്കേണ്ടത് അനിവാര്യമാണ്. സഹകരണം മുൻനിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരുവരും തയ്യാറാവാതെ പോയാൽ ഇന്ത്യ-US വ്യാപാര ബന്ധത്തെ വീണ്ടും തകർച്ചയിലേക്ക് നയിക്കുമെന്നത് ഉറപ്പാണ്.